السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനായി, മുസ്ലിമായി, മുത്തഖിയായി ജീവിച്ച് മരണപ്പെടാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇരുത്തം ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ അൽ ഹയ്യ് എന്ന നാമം, അതിൻ്റെ തുടക്ക ഭാഗമാണ് സംസാരിച്ചിരുന്നത്. അൽ ഹയ്യ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ഭാഷാപരമായ അർത്ഥം, അതേപോലെ ഇസ്ലാമിക സാങ്കേതിക അർത്ഥത്തിൽ അതിനെ വിശദീകരിച്ചത്, പണ്ഡിതന്മാർ പറഞ്ഞത്, വിശുദ്ധ ഖുർആനിൽ വന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. അൽ ഹയ്യ് എന്ന അള്ളാഹുവിൻ്റെ നാമം ഒരാൾക്ക് കൃത്യമായി മനസ്സിലായാൽ, അത് ബോധ്യപ്പെട്ടാൽ, അത് ഈമാനായാൽ, അയാളിൽ ഉണ്ടാകുന്ന അതിനോടുള്ള സമീപനവും പ്രതികരണവുമാണ് നമ്മൾ ഒന്നാമത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത്. അതിലൊരു കാര്യം പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടാർക്കെങ്കിലും? അതായിരുന്നു, അള്ളാഹുവാണ് ഹയ്യ് എന്ന് ബോധ്യപ്പെട്ടാൽ ഇബാദത്തുകൾ അവന് മാത്രമേ ഉണ്ടാവുള്ളൂ, അവനിലേക്ക് മാത്രമായി ചുരുങ്ങും. എന്ന് പറഞ്ഞാൽ തൗഹീദ് കൃത്യമായി അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും ബോധ്യപ്പെടുമ്പോൾ അള്ളാഹുവിന് മാത്രമേ ഇബാദത്തുകൾ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന ബോധ്യത ഉണ്ടാവും. ഇന്ന് നമ്മൾ ക്ലാസ്സിൻ്റെ നോട്ട് പ്രിൻ്റ് എടുത്തിട്ടില്ല. ഇതിൻ്റെ ഒരു കാരണം, കുറേ ആളുകൾ ഈ പ്രിൻ്റ് നോട്ട് ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർക്ക് കിട്ടിയത് കൊണ്ട് അതൊരു സുഖമെല്ലാം തോന്നി. അതുകൊണ്ട് നമ്മുടെ ആഫ്റ്റർ ജുമാ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ PDF ഫയൽ പെട്ടിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ആ കോപ്പി വേണമെങ്കിൽ പോകുമ്പോൾ ജസീർ ഭായിയായിട്ട് ബന്ധപ്പെട്ടാൽ കോപ്പി കിട്ടുകയും ചെയ്യും. ആരെങ്കിലും ഈ ഗ്രൂപ്പിൽ കയറാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോകുന്നതിന് മുമ്പ് അതിൽ നമ്പർ കൊടുത്തിട്ട് അതിൽ ജോയിൻ ചെയ്യണം. ഓക്കെ ആണല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. ഇനി അൽ ഹയ്യ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മറ്റുള്ള എല്ലാ ജീവനെയും നിലനിർത്തുന്നവനുമാണ്. അതാണ് അൽ ഹയ്യ് എന്നതിൻ്റെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള പറയാൻ പറ്റാവുന്ന അർത്ഥം. അതുകൊണ്ട് തന്നെ ഇതൊരാൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടാൽ രണ്ടാമതായ ആളുടെ ജീവിതത്തിൽ ഉണ്ടാവുക, പണ്ഡിതന്മാർ വിശദീകരിച്ചത് തമാമു തവക്കുൽ എന്ന് പറഞ്ഞാൽ തവക്കുലിൻ്റെ പരിപൂർണമായ രൂപം. ഇസ്ലാമിൻ്റെ നട്ടെല്ല് തൗഹീദാണ്, ആണല്ലോ, അടിത്തറ തൗഹീദാണ്. തൗഹീദിൻ്റെ ഏറ്റവും അടിത്തറയും നട്ടെല്ലുമാണെന്ത്? തവക്കുൽ.
അവിടെയാണ് ഒരാൾ ശരിക്കും അയാൾ ബോധ്യപ്പെട്ടിട്ടുണ്ടോ, വിശ്വാസം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് ബോധ്യമാവാം. തവക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിശ്വാസിയുടെ ജീവിതത്തിൽ അവന്റെ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കേണ്ടത് ആരിലാണ്? അള്ളാഹുവിലാണ്. വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ഫുർഖാനിലെ 58-ാമത്തെ വചനം. അർത്ഥം പറയും, വതവക്കൽ, താങ്കൾ ഭരമേൽപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തിട്ട് പറയാണ്, പല കാര്യങ്ങളും പ്രവാചകനോട് പറയും, അതിന്റെ ഹുക്കുമ് ആമായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ? അത് വായിക്കുന്ന വിശ്വാസികൾക്കും മുന്നിലെ സീറ്റ് ഉണ്ട് ഇവിടെ, ഒരാൾക്ക് ഇവിടെ ഇരിക്കുക, ഫുള്ള് എല്ലാവർക്കും അത് ബാധകമായിരിക്കും. വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. അർത്ഥം പറയും. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മഹുല്ല ഹയ്യിനെ വിശദീകരിച്ച് പറഞ്ഞു, ഹയ്യുല്ലദീ ലാ യമൂത്ത്, ഖയ്യൂമുല്ലദീ ലാ യനാം. അല്ലേ? ഈ ആയത്താണ് അതിന് തെളിവ്. വതവക്കൽ, താങ്കൾ ഭരമേൽപ്പിക്കണം, അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത അള്ളാഹുവിൽ. അതുകൊണ്ട് തന്നെ ആ വിഷയം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളത് ഒരു വിശ്വാസി അള്ളാഹു ഹയ്യാണെന്ന് ബോധ്യപ്പെട്ടാൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. തവക്കുൽ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ കാര്യം, അള്ളാഹ് ഹയ്യാണ്, എന്നുള്ളവൻ, എല്ലാവരെയും നിലനിർത്തുന്നവൻ. അങ്ങനെ ഒരാളുണ്ടാകുമ്പോൾ ആ റബ്ബിൽ തന്നെ എന്ത് മതി? കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമൻതു വഅലൈക തവക്കൽതു വഇലൈക അനബ്തു വബിക ഖാസംതു അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുദില്ലനി. അങ്ങനെ പ്രാർത്ഥിക്കും. അർത്ഥം, അല്ലാഹുവേ, ഞാൻ നിന്നിൽ കീഴ്പ്പെട്ടിട്ടുണ്ട്, ഞാൻ മുസ്ലിം ആയിട്ടുണ്ട്. വബിക ആമൻതു, ഞാൻ നിന്നെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. വഅലൈക തവക്കൽതു, നിന്നിലാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഭരമേൽപ്പിച്ചിട്ടുള്ളത്. വബിക വഇലൈക അനബ്തു, നിന്നിലേക്ക് ഞാൻ മടങ്ങുന്നുണ്ട്. വബിക ഖാസംതു, നിന്നിലേക്ക് തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നുണ്ട്. അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുദില്ലനി. അല്ലാഹുവേ, നീ അല്ലാതെ ആരാധനക്ക് അർഹനില്ല, നീ എന്നെ പിഴപ്പിക്കുന്നതിൽ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അൻതൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. ഇതൊക്കെ ഞാൻ നിന്നോട് ചോദിക്കാൻ കാരണം എന്താ? നീ എന്നെന്നും ജീവിക്കുന്ന മരിക്കാത്ത ഹയ്യാണ്, അതുകൊണ്ടാണ്. വൽ ജിന്നു വൽ ഇൻസു യമൂത്തൂൻ. ഇനി വേറെ ആരോട് ചോദിക്കാറില്ല, ബാക്കിയുള്ളവരൊക്കെ എന്താവും? മരിക്കുന്നവരുമാണ്. ഇത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞ സൂറത്ത് ഫുർഖാനിന്റെ ഈ വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, എന്നെന്നും ജീവിക്കുന്ന മരിക്കാത്ത അള്ളാഹുവിൽ നിങ്ങൾ ഭരമേൽപ്പിക്കണം എന്ന ഈ ആയത്ത് വിശദീകരിച്ച് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്ന ഒരു വിശദീകരണം കൂടി പറഞ്ഞ ആ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നത്, ഐ ഫി ഉമൂരിക കുല്ലിഹ, നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കുൻ മുതവക്കിലൻ അലല്ലാഹിൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, അത് മുഴുവൻ നീ എന്താക്കണം? എന്നും ഒരിക്കലും മരണം സംഭവിക്കാത്ത ഹയ്യിനെ നീ ഏൽപ്പിക്കണം. ഏത് കാര്യവും, നീ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അത് ആരേൽപ്പിക്കണം? കഴിക്കുന്നു, അതിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ ആരിൽ നിന്ന് കിട്ടണം? അള്ളാഹുവിൽ നിന്ന്. നീ ജോലി ചെയ്യുന്നുണ്ട്, അതിന്റെ ഏറ്റവും നല്ല ഹൈറ് ആരേൽപ്പിക്കുന്നു? അള്ളാഹുവിന്. ഓരോ കാര്യവും, മുഴുവൻ കാര്യവും അങ്ങനെ ഏൽപ്പിക്കണം. അത് ലാ യമൂതു അബദ അല്ലദീ ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. സൂറത്ത് ഹദീദിൽ ഒരു ആയത്ത്. കാരണം തുടക്കവും ഒടുക്കവുമില്ലാത്ത, ആദ്യവും അവസാനവും ളാഹിറും ബാത്തിനും, ഈ കാര്യങ്ങളൊക്കെ ഒരേപോലെ എല്ലാ കാര്യങ്ങളും അറിയുകയും ഒക്കെ ചെയ്യുന്ന റബ്ബ് അവനാണ്. അതുകൊണ്ട് അവനെ ഏൽപ്പിക്കുക. അദ്ദാഇമുൽ ബാഖി അസ്സർമദിൽ അബദി, അവൻ എന്നെന്നും ജീവിക്കുന്നവൻ, എല്ലാ കാര്യങ്ങളുടെയും ഉടമസ്ഥൻ, എല്ലാറ്റിൻ്റെയും റബ്ബ്, അതൊക്കെ അള്ളാഹുവാണ്. അതുകൊണ്ട് നീ അത് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്താണ്? റബ്ബി കുല്ലി ശൈഇൻ വമുലീകുഹു അജ്അൽഹു ദുഖറക വമൽജഅക വഹുവല്ലദീ യതവക്കലു അലൈഹി വയഫ്സഉ ഇലൈഹി ഫഇന്നഹു കാഫീക വനാസിറുക വമുഅയ്യദുക മുളഫിറുക കമാ ഖാല തആല. എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം, നമ്മളോട് ഓരോരുത്തരോടും പറയാണ്, നീ അള്ളാഹുവിൽ നിനക്കുള്ള അഭയം, അതേപോലെ തന്നെ നിന്റെ പ്രതീക്ഷ, നിന്റെ ആവശ്യങ്ങൾ, ഇതൊക്കെ നീ അള്ളാഹുവിൽ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട്, റബ്ബ് അള്ളാഹു അവൻ
എന്ന തോന്നൽ നിനക്കുണ്ടെങ്കിൽ ഫഇന്നഹു കാഫീക, അർത്ഥങ്ങൾ പറയണം. തീർച്ചയായിട്ടും അവൻ നിനക്ക് മതിയായവനാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അല്ലേ? ഇത് അള്ളാഹുവിൽ ഒരാൾ സത്യസന്ധമായി റബ്ബിനെ ഏൽപ്പിച്ചാൽ അള്ളാഹു മതിയായവനാണ്. വനാസിറുക, അവൻ നിന്നെ സഹായിക്കുന്നവനാണ്. വമുഅയ്യദുക, നിനക്കവൻ ശക്തി നൽകുന്നതാണ്. ശത്രുക്കൾക്കെതിരിൽ നിന്ന് നിന്റെ ബലഹീനതകളിൽ ശക്തി അള്ളാഹു നൽകുന്നതാണ്. കമാ ഖാല തആല യാ അയ്യുഹർ റസൂലു ബല്ലിഅ മാ ഉൻസില ഇലൈക മിർ റബ്ബിക വഇല്ലം തഫ്അൽ ഫമാ ബല്ലഅത റിസാലതഹു വല്ലാഹു യഅസിമുക മിനൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ആയത്തായതുകൊണ്ട് തുടർച്ച മറ്റൊരു ആയത്ത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി കൊടുക്കുകയാണ്. നബിയെ, നിങ്ങൾ എന്ത് ചെയ്തോളൂ? നിങ്ങളുടെ റിസാലത്ത് എത്തിച്ചോളൂ. ഒരു മടിയും കൂടാതെ നിങ്ങൾ ദഅവത്ത് നടത്തിക്കോളൂ. നിങ്ങൾ അതിൽ നിന്ന് എന്തെങ്കിലും ന്യായം പറഞ്ഞ് മാറി നിന്നാൽ നിങ്ങൾ നിങ്ങളുടെ റിസാലത്ത് പൂർത്തീകരിച്ചില്ല എന്നാണ് വരിക. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് വല്ലാഹു യഅസിമുക മിനൻ നാസ്. ജനങ്ങളിൽ നിന്ന് എന്തൊക്കെ പ്രതിസന്ധികൾക്കുണ്ടോ അതിനൊക്കെ മതിയായവൻ ആരാണ്? അള്ളാഹുവാണ്. അതാണ് വതവക്കൽ, അള്ളാഹുവെ നീ ഭരമേൽപ്പിക്കുക. എന്നിട്ട് തുടർന്നിങ്ങനെ കുറെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇബ്നു കസീർ തുടർന്ന് പറയുന്നത്, നടന്നു പോകുമ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പെട്ടെന്ന് കാണാൻ. അദ്ദേഹം പേർഷ്യക്കാരനാണ് സൽമാനുൽ ഫാരിസി, അല്ലേ? പല മതങ്ങളുടെ വിശ്വാസങ്ങളെ ആചാരങ്ങളൊക്കെ മനസ്സിലാക്കി അതൊന്നും ശരിയല്ല, ദീർഘമായി യാത്ര ചെയ്ത് മാസങ്ങളോളം യാത്ര ചെയ്ത് വലിയ ഒരു ചരിത്രം, ഒരു കഥ പറയാൻ പറ്റുന്ന ഒരു ചരിത്രമുള്ള സ്വഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ പ്രവാചകന്റെ മുമ്പിൽ അങ്ങോട്ട് സുജൂദ് ചെയ്യുന്നത് പോലെ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടു കൂടി പിടിച്ചെഴുന്നേൽപ്പിച്ചു, ഇത് പാടില്ല. എന്നിട്ട് പറഞ്ഞു, ലാ തസ്ജുദു ലീ യാ സൽമാൻ, ഒരിക്കലും എന്ത് ചെയ്യരുത്, എൻ്റെ മുമ്പിൽ ഇങ്ങനെ സുജൂദ് ചെയ്യാൻ പാടില്ല. വസ്ജുദ് ലിൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, സുജൂദ് ചെയ്യേണ്ടവൻ ആരാ? സുജൂദ് ചെയ്യപ്പെടേണ്ടവൻ എന്നെന്നും ജീവിക്കുന്ന അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളും അതിന് അർഹതയില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ തവക്കുൽ ജീവിതത്തിൽ ഉണ്ടാകും അൽ ഹയ്യ് എന്ന് ബോധ്യപ്പെട്ടാൽ. ഇനി ഈ ആയത്ത് വിശദീകരിക്കും പണ്ഡിതന്മാർ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് അൽ ഹയ്യ് എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടാൽ തവക്കുൽ അയാളുടെ ജീവിതത്തിൽ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടാവുക? ഒന്ന്, മനുഷ്യർ ബാക്കിയുള്ള ആരിൽ ഭരമേൽപ്പിച്ചാലും അവരൊക്കെ എന്താവും? മരിക്കും. മരിക്കാത്ത ഒരാൾ ഇവിടെ ഉണ്ട്, അല്ലേ? അന്ന ആളുണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, രക്ഷപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നണ്ട. അയാളും മരിക്കുന്നവനാണ്. എന്നാൽ മനുഷ്യർ അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, മനുഷ്യർ ദുർബലരാണ്. മനുഷ്യരെന്താണ്? ദുർബലരാണ്, എല്ലാ അർത്ഥത്തിലും ദുർബലരാണ്. അതേപോലെ തന്നെ മനുഷ്യർക്ക് സഹായിക്കാൻ കഴിയാതെ പോകും. നമ്മൾ വിചാരിച്ചാലും വേറൊരാളോട് സഹായം ചോദിച്ചാൽ അയാൾക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമ്മളെ സഹായിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അയാൾ ഭരമേൽപ്പിക്കാൻ കഴിയും. എന്നാൽ അള്ളാഹു അൽ ഹയ്യാണ്, അവൻ ഒരിക്കലും മരിക്കാത്ത എല്ലാം നിലനിർത്തുന്ന ഖയ്യൂമും ഹയ്യുമാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ എന്താകും? അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന കാര്യം ഒരു മുസ്ലിമിന് ഹയ്യ് എന്നത് ബോധ്യപ്പെട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തെ കാര്യം, അള്ളാഹു ഹയ്യൻ, ജീവനുള്ളത്. ജീവൻ നൽകുന്നവനും ആരാണ്? മറ്റെല്ലാറ്റിനും ജീവൻ നൽകുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ മുമ്പ് നമ്മൾ അസ്സമദ് പഠിച്ചതുപോലെ ജീവൻ എന്നുള്ളതിന് വലിയ മഹത്വം, അതിന് വലിയ പവിത്രത ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഏത് ജീവനാവട്ടെ, നശിപ്പിക്കാൻ അനുവദിക്കപ്പെട്ട ജീവനുണ്ട്, ഉപദ്രവകാരികളായ പലതിനെയും നശിപ്പിക്കാൻ അനുവദിച്ച, അല്ലാത്തതൊക്കെ ജീവൻ പവിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനുഷ്യന്റെ ജീവനാണെങ്കിലോ അങ്ങേ അറ്റത്തെ പവിത്രമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്തുൻ നിസാഇൽ പറഞ്ഞു, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം ഖാലിദൻ ഫീഹാ വഅളിബ അല്ലാഹു അലൈഹി വലഅനഹു വഅദ്ദ ലഹു അദാബൻ അളീമാ. അല്ലേ? ഒരു ജീവനും അല്ലാതെ ഒരാൾ ഉണ്ടാക്കുന്നില്ല, ഉണ്ടോ? അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിന്റെ മുമ്പ് പോയി, അല്ലേ? എന്നിട്ട് എന്ത് പറഞ്ഞേ? എൻ്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. അപ്പൊ നമ്രൂദ് എന്ത് ചെയ്തേ? അത് എനിക്കും പറ്റും. എന്താ പറ്റിയേ? രണ്ടാളെ വിളിച്ചിട്ട് ഒരാളെ കൊന്നു കളഞ്ഞ് ഒരാളെ വെറുതെ വിട്ട്. ഇതാണ് അവിടെ ഉദ്ദേശിച്ചത്? അല്ല. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അടുത്ത കാര്യം പറഞ്ഞു, എന്താ?
അങ്ങനെയാണെങ്കിൽ ശരി, നീ എൻ്റെ റബ്ബ് സൂര്യൻ കിഴക്കുദിപ്പിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു, നീ അത് തിരിച്ചു കൊണ്ടുവരും. ഖുർആൻ എന്താ തുറന്ന് പറഞ്ഞ ഫബുഹിത്തല്ലദീ കഫറ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ജീവൻ ഇടാൻ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് ജീവൻ കൊടുക്കാൻ ഒരാൾക്കും കഴിയില്ല. കഴിയോ? അല്ലാതെ ഒരാൾക്കും കഴിയൂല. ആ ജീവൻ നമ്മുടെ വിഷയം. ആ ജീവനുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പവിത്രമാണ് മനുഷ്യ ജീവൻ. അവരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പവിത്രമാണ് മുഅ്മിനുകളായ വിശ്വാസികളായ മുസ്ലിമീങ്ങളായ മനുഷ്യരുടെ ജീവൻ. അതുകൊണ്ട് കൊലപാതകം എന്ന പാപം ഇസ്ലാം എന്താക്കിയിട്ടുണ്ട്? ഏറ്റവും വലിയ വൻ പാപങ്ങളിൽ ഒന്നാക്കി എണ്ണിയിട്ടുണ്ട്. ഈ ആയത്ത് സൂറത്തു നിസായിലെ 93-ാമത്തെ വചനാണ്. ആയത്തിന്റെ നേർക്കുനേർ അർത്ഥം വമയ്യഖ്തുലു മുഅ്മിനൻ, ഒരു മുഅ്മിനിനെ ആരെങ്കിലും കൊന്നു, മുതഅമ്മിദൻ, എങ്ങനെ? മനഃപൂർവ്വം. അയാള് അബദ്ധവശാൽ കൊല്ലപ്പെട്ടതല്ല, ഒരു വണ്ടിയൊക്കെ ആക്സിഡന്റ് ആയി, അങ്ങനെയല്ല. അതന്നെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ഒരു വാഹനത്തിന്റെ ഒക്കെ നിയമങ്ങൾ പാലിക്കാതെ ഒരാളുടെ അടുത്ത് ആക്സിഡന്റ് കൊലപാതകം അയാൾ നടത്തിയെന്നാണ്. സ്വന്തം ചെയ്താൽ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പറയുന്നതാണ്. ഒരു റോഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ പോകാൻ പറ്റും 60 സ്പീഡാണ്, അതിനേക്കാൾ കൂടുതൽ പോയി, ഹെൽമെറ്റ് നിർബന്ധമാണ്. എന്നിട്ട് അയാൾ പോയി അത് ചെയ്യാതെ മരണപ്പെട്ടാൽ ആത്മഹത്യയാണെന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും ഇവിടെ ഒരാൾ വിശ്വാസിയെ മനഃപൂർവ്വം കൊല്ലുകയാണെങ്കിൽ ഫജസാഉഹു ജഹന്നം, അയാൾ എന്താണ്? അയാളുടെ പ്രതിഫലം നരകമാണ്. ഖാലിദൻ ഫീഹാ, അവിടെ അയാൾ ശാശ്വതനാണ്. വഅളിബല്ലാഹു അലൈഹി, അല്ലാഹു അയാളുടെ മേൽ കോപിക്കും. വലഅനഹു, അവന്റെ ശാപവും ഉണ്ടാവും. വഅദ്ദലഹു അദാബൻ അലീമ, അവന് ഏറ്റവും കഠിനമായ ശിക്ഷ അല്ലാഹു ഒരുക്കിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു ഹാദാ തഹ്ദീദുൻ ശദീദുൻ വവഈദുൻ അകീദ്. എത്ര പദങ്ങളാണ് ഉപയോഗിച്ചോ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത് അങ്ങേയറ്റത്തെ നിന്ദ്യവും കഠിനവും ഭീകരവുമായ ശിക്ഷ ഒരു മനുഷ്യനെ കൊല്ലുന്നവർക്ക് കിട്ടുന്നതാണ്. എത്ര കൊലപാതകങ്ങൾ ഒരു പ്രശ്നം തന്നെയല്ലേ അല്ലേ? ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ലാത്തൊരു ലോകത്ത് നമ്മളുള്ളത്. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ചെറിയ കുട്ടികൾ കൊല്ലുന്നു, വലിയൊരു കൊല്ലുന്നു, മാതാപിതാക്കളെ കൊല്ലുന്നു, മക്കളെ കൊല്ലുന്നു, ഇങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ലിമൻ ഖത്തല മുഅ്മിനൻ മുതഅമ്മിദൻ, ഇങ്ങനെ ഒരാൾ ഒരു മുഅ്മിനായ മനുഷ്യനെ മനഃപൂർവ്വം കൊന്നാൽ അവന് വലിയ ശിക്ഷയുണ്ട് എന്നുള്ളതിന്റെ മുന്നറിയിപ്പാണ്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറയുന്നത് അജ്മഅൽ ഉലമാഉ അല അന്നൽ ഖത്ല മിൻ അഅളമി ദുനൂബി ബഅദ ശിർക്ക്, ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാപമായിട്ടാണ് ഈ ആയത്ത് വെച്ച് മുൻഗാമികൾ സലഫുകൾ കൊലപാതകത്തെ കണ്ടിട്ടുള്ളത്. ഈ ആയത്തിൽ നിന്ന് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി 5 കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. വിശദീകരിക്കാൻ നമുക്ക് സമയം പര്യാപ്തമല്ല. 1, ജഹന്നം. ആയത്തുകൾ ശ്രദ്ധിച്ചില്ലേ? ജഹന്നമാണ്. 2, അതിൽ തന്നെ സ്ഥിരതാമസാണ്, അതിലെന്നുമാണ്. 3, അള്ളാഹുവിൻ്റെ കോപം അവനുണ്ട്. 4, അള്ളാഹുവിൻ്റെ ശാപമുണ്ട്. 5-ാമത്തെ കാര്യം കിട്ടുന്നതിൽ വലിയ ശിക്ഷയാണ് കിട്ടുന്നത് എന്നാണ്. അതേപോലെ തന്നെ സ്വന്തം ജീവൻ ആത്മഹത്യ ചെയ്യുക, അതും ഇസ്ലാം വലിയ തെറ്റായി കാണുന്ന വിഷയമാണ്. മൻ ഖതല നഫ്സഹു ബിശൈഇൻ ഉദ്ദിബ ബിഹി യൗമൽ ഖിയാമ. നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരാൾ ഏത് രൂപത്തിലാണോ ആത്മഹത്യ ചെയ്തത്, സ്വന്തം ജീവൻ നശിപ്പിച്ചത്, ആ രൂപത്തിൽ അയാൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും. എവിടെ? ഖിയാമത്ത് നാളിൽ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതേപോലെ ജീവനും സ്വത്തിനും ജീവൻ നൽകാൻ അള്ളാഹുവാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ ജീവൻ എടുക്കാൻ ആർക്ക് അവകാശമുള്ളൂ? അള്ളാഹുവിന് മാത്രമാണ്. വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബിക്കും റഹീമ. ഒരിക്കലും നിങ്ങൾ ഒരു ആത്മാവിനെയും അന്യായമായി കൊല്ലരുത്. ഈ ആയത്ത് പണ്ഡിതന്മാർ തെളിവായി എടുത്തൊരു കാര്യം കൂടി പറയട്ടോ. നിങ്ങളെ കൊല്ലരുത്, പുക വലിക്കുന്നത് ഹറാമാണെന്ന് പറയുന്ന പണ്ഡിതന്മാർ എടുത്തൊരു ആയത്ത് ഇതാ. പുക വലിക്കണമെന്നില്ലേ? അതുപോലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ. ഇപ്പോൾ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ, നിങ്ങൾ നല്ലത് ഭക്ഷിക്കണം, ഹലാല് ഭക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? തൊയ്യിബും ഹലാലും ആയിരിക്കണം. അവിടെ തൊയ്യിബിനെ വിശദീകരിക്കുന്നുണ്ട്. എന്താ? ഹലാല് നമുക്കൊക്കെ അറിയാം. തൊയ്യിബ് എന്താ? നല്ലത് എന്നുള്ളത് ആവേശികമാണെന്നാണ്. എനിക്ക് തൊയ്യിബായത് എന്താവില്ല, ഡോക്ടർക്ക് ശരിക്കറിയാം. ചിലപ്പോൾ ഒരാൾക്ക് ഒരു ശരീരത്തിന് നന്നായിട്ട് നല്ലതാണെങ്കിൽ വേറൊരു ശരീരത്തിന് അത് കേടായിരിക്കും. അതന്നെ ഡോക്ടർ അല്ലേ? അപ്പോൾ തൊയ്യബ് അങ്ങനെ പണ്ഡിതന്മാർക്ക് വിശദീകരിച്ചിട്ടുണ്ട്. അത് ആവേശികമാണ്, നല്ലതായിരിക്കണം.
ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഹയ്യ് എന്ന ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.